US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുന്ന കാര്യം ജോ ബൈഡൻ പുനരാലോചിക്കുന്നതായി റിപ്പോർട്ട്. ബൈഡൻ ആത്മവിശ്വാസക്കുറവ് പ്രകടിപ്പിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. വാർത്ത പക്ഷേ വൈറ്റ് ഹൌസ് നിഷേധിച്ചിട്ടുണ്ട്. മധു കൊട്ടാരക്കര നൽകും ന്യൂജേഴ്സിയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. മധു, ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്താണ് ഇങ്ങനെയൊരു ആത്മവിശ്വാസക്കുറവ് എന്ന റിപ്പോർട്ട് പുറത്തുവരാൻ കാരണം? അപ്പോൾ വൈറ്റ് ഹൌസ് അത് നിഷേധിക്കുന്നുമുണ്ടല്ലോ. പ്രസിഡന്റ് ജോ ബൈഡൻ വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയേക്കും എന്നുള്ള സൂചനകൾ നൽകിയത് ന്യൂയോർക്ക് ടൈംസ് ആണ്. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ജോ ബൈഡന്റേത് വളരെ നിരാശാജനകമായ പ്രകടനമായിരുന്നു. വരും ദിവസങ്ങളിൽ തന്റെ കഴിവ് അമേരിക്കൻ ജനതയെ ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിത്വം തന്നെ നഷ്ടപ്പെട്ടേക്കുമെന്ന് തന്റെ ഒരു സഹായിയോട് വെളിപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. വെള്ളിയാഴ്ച ABC ന്യൂസിൽ ജോർജ് സ്റ്റെഫനോപോളിസുമായിട്ട് നടക്കുന്ന അഭിമുഖത്തിലും തുടർന്ന് പെൻസിൽവേനിയയിലും പിന്നീട് വിസ്കോൺസിലും ഈ ഡെമോക്രാറ്റിക് ക്യാമ്പയിൻ റാലികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാകുമെന്ന് ബൈഡൻ അറിയാമെന്നും ഈ വിശ്വസ്തൻ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു. അതേസമയം വൈറ്റ് ഹൌസ് നേരത്തെ പ്രജിൻ പറഞ്ഞതുപോലെ ഈ വാർത്ത പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. വൈറ്റ് ഹൌസ് വക്താവ് ആൻഡ്രൂ ബേറ്റ്സ് പറഞ്ഞത് ഇത് വളരെ തെറ്റായ ഒരു വാർത്തയാണ്. ഈ വാർത്തയോട് പ്രതികരിക്കുവാൻ വൈറ്റ് ഹൌസിന് ആവശ്യത്തിനുള്ള സമയം നൽകിയില്ലെന്നും പറയുന്നു. അറ്റ്ലാന്റയിൽ നടന്ന ആദ്യ ഡിബേറ്റിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ജോ ബൈഡന്റെ ഭാഗത്ത് നിന്ന് മത്സരത്തിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള ഒരു സൂചന അമേരിക്കൻ ജനതയ്ക്ക് ലഭിക്കുന്നത്. ബൈഡനെ മാറ്റുവാനുള്ള സമ്മർദ്ദം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ്. എന്നാൽ ജോ ബൈഡൻ തന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിലാണ്. പ്രജിൻ, യെസ്, വ്യക്തമാണ്. മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത് ന്യൂജേഴ്സിയിൽ നിന്നും. വരുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പിന്മാറിയേക്കുമെന്ന സൂചനകൾ വരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ആ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുകയാണ് നിലവിൽ വൈറ്റ് ഹൌസ്.